അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. ബഹുമാനികളെ, ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങളിൽ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഹജ്ജ് നിർബന്ധമാകുന്നതിനുള്ള ഷർത്തുകളെ സംബന്ധിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഹജ്ജ് കർമ്മം നിർബന്ധമാകണമെങ്കിൽ ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ പൂർത്തിയാക്കുന്നവരിൽ നിന്നും മാത്രമേ ഹജ്ജ് സ്വീകരിക്കപ്പെടുകയുള്ളൂ. അവർക്ക് മാത്രമേ ഹജ്ജ് ബാധ്യതയുമാകുന്നുള്ളൂ. ഒന്നാമത്തത് ഇസ്ലാം, മുസ്ലിം ആയിരിക്കണം എന്നുള്ളതാണ്. ഒരാൾ ഇസ്ലാമിലല്ലാത്ത നിലയിൽ ഹജ്ജ് കർമ്മം ചെയ്താൽ അത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമല്ല. ഇസ്ലാം ആകാതെ ഒരു ആരാധനാ കർമ്മങ്ങളും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാകുന്നതല്ല. അള്ളാഹു പറയുന്നു, വമാ മനഅഹും അൻ തുഖ്ബല മിൻഹും നഫഖാതുഹും ഇല്ലാ അന്നഹും കഫറൂ ബില്ലാഹി വറസൂലിഹി. അവരിൽ നിന്നും അവരുടെ ഒരു സൽക്കർമ്മങ്ങളും സ്വീകരിക്കാത്തത് അവർ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും നിഷേധിച്ചു എന്നതിനാലാണ്. അതുകൊണ്ട് ആരാധനാ കർമ്മങ്ങൾ സ്വീകാര്യമാകണമെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹുവിനെ അംഗീകരിക്കുന്ന ആളാകണം, ഇസ്ലാം സ്വീകരിക്കുന്ന ആളാകണം. രണ്ടാമത്തെ നിബന്ധനയാണ് അൽ അഖൽ, ബുദ്ധി ഉണ്ടായിരിക്കുക എന്നുള്ളത്. ഏതൊരു ആരാധനാ കർമ്മവും അത് ചെയ്യുന്നതിന് മുമ്പ് മനസ്സിൽ നിയ്യത്തുണ്ടായിരിക്കണം. മനസ്സിൽ കരുതിക്കൊണ്ട് ചെയ്യപ്പെടുന്ന ഇബാദത്തുകൾ മാത്രമേ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാവുകയുള്ളൂ. ഒരു ബുദ്ധിയില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഭ്രാന്തുള്ള അല്ലെങ്കിൽ മാനസികമായ രോഗമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നിയ്യത്ത് ചെയ്യാൻ അയാൾക്ക് സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾക്ക് ഹജ്ജ് കർമ്മം നിർബന്ധവുമില്ല, അവരിൽ നിന്നും അത് സ്വീകരിക്കപ്പെടുന്നതുമല്ല. മൂന്നാമത്തത് അൽ ബുലൂഗ്, പ്രായപൂർത്തിയായിരിക്കുക എന്നുള്ളത്. ആണായാലും പെണ്ണായാലും പ്രായപൂർത്തിയാകുന്നതോട് മാത്രമേ അള്ളാഹുവിന്റെ കൽപ്പനകൾ ഉണ്ടാകുന്നുള്ളൂ. ആ കർമ്മങ്ങൾ അവരിൽ നിന്നും നിർബന്ധമായി ചെയ്യേണ്ടതുള്ളൂ. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഹജ്ജ് കർമ്മം നിർവഹിച്ചു കഴിഞ്ഞാൽ അത് സ്വഹീഹാകുന്നതാണ്. പക്ഷേ അവരുടെ നിർബന്ധമായ ഹജ്ജോ ഉംറയോ പൂർത്തിയാകുന്നതല്ല. അത് പ്രായപൂർത്തിയായതിനു ശേഷം അവർ വീണ്ടും ചെയ്യണം. ഒരു സ്ത്രീ പ്രവാചകരോട് ചോദിക്കുകയുണ്ടായി, തന്റെ കുഞ്ഞിനെ കാണിച്ചുകൊണ്ട്, അലിഹാദ ഹജ്ജ്, പ്രവാചകരെ ഈ കുഞ്ഞിന് ഹജ്ജുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശരി, ആ കുഞ്ഞിന് ഹജ്ജ് ചെയ്യാം, അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് കുട്ടികൾ പ്രായപൂർത്തിയാകുക എന്നുള്ളത് ഹജ്ജിന്റെ ഒരു നിബന്ധനയാണ്. പ്രായപൂർത്തിയുടെ ലക്ഷണങ്ങൾ ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇന്ദ്രിയസ്ഖലനം ഉണ്ടാവുക, 15 വയസ്സ് പൂർത്തിയാവുക, ഗുഹ്യകക്ഷ രോമങ്ങൾ ഉണ്ടാവുക എന്നൊക്കെയാണ്. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളോടൊപ്പം തന്നെ അവർക്ക് മെൻസസ് ഉണ്ടാവുക എന്നുകൂടി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ പ്രായപൂർത്തിയായ ഒരാൾക്ക് മാത്രമേ ഹജ്ജ് ബാധ്യതയാകുന്നുള്ളൂ, നിർബന്ധമാകുന്നുള്ളൂ. അവരിൽ നിന്നുമാണ് ഹജ്ജ് സ്വീകരിക്കപ്പെടുന്നത്. കുട്ടികൾ ചെയ്ത ഹജ്ജിന് പ്രതിഫലം ലഭിക്കും, പക്ഷേ അവരുടെ ബാധ്യത നിർവഹിക്കപ്പെടുന്നതല്ല. നാലാമത്തെ നിബന്ധന ഹുരിയ അഥവാ സ്വതന്ത്രനായിരിക്കുക എന്നുള്ളതാണ്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അടിമകൾ ഉണ്ടായിരുന്നു. ആ അടിമകൾ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പുറപ്പെടുമായിരുന്നു. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹജ്ജ് കർമ്മം അവർക്ക് ബാധ്യത ആകുന്നതല്ല. കാരണം ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം അവന്റെ കയ്യിലുള്ള ധനം അവന്റെ ഉടമസ്ഥന്റേതാണ്. സ്വന്തമായിട്ട് ധനമില്ലാത്ത ഒരാൾക്ക് ഹജ്ജ് കർമ്മം നിർബന്ധമാകുന്നില്ല എന്ന നിലയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജ് കർമ്മത്തിന് അല്ലെങ്കിൽ ഹജ്ജ് കർമ്മം ബാധ്യതയാകുന്നതിന് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഹുരിയത്ത് കൂടി നിബന്ധനയാക്കി വെച്ചിട്ടുണ്ട്. അഞ്ചാമത്തെ നിബന്ധന ഇസ്തിതാഅത്ത് വൽ ഖുദ്റ അഥവാ കഴിവുണ്ടായിരിക്കുക എന്നുള്ളതാണ്. സ്വന്തമായിട്ട് ഹജ്ജ് ചെയ്യാൻ ശാരീരികമായ കഴിവും സാമ്പത്തികമായ കഴിവും യാത്രാപരമായ സൗകര്യമുള്ള ഒരാൾക്ക് മാത്രമേ ഹജ്ജ് നിർബന്ധമാകുന്നുള്ളൂ. സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ യാത്രാപരമായിട്ടോ ഒരാൾക്ക് കഴിവില്ല എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഹജ്ജ് നിർബന്ധമില്ല. എന്നാൽ സാമ്പത്തികമായിട്ട് കഴിവുണ്ട്, ശാരീരികമായി കഴിവില്ല എങ്കിൽ അയാൾ മറ്റൊരാളെ പകരം ഹജ്ജിന് അയക്കേണ്ടതാണ്. സ്വന്തമായി ഹജ്ജ് നിർവഹിച്ച ഒരാളെ ഇയാൾക്ക് വേണ്ടി പകരം ഹജ്ജ് ചെയ്യിപ്പിക്കാവുന്നതാണ്. അപ്രകാരം തന്നെ ശാരീരികമായ കഴിവുണ്ട്, സാമ്പത്തികമായ കഴിവില്ല, ഇങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മക്കക്കാരനാണെങ്കിൽ അദ്ദേഹത്തിന് നിർബന്ധമാകുമെന്ന് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആറാമത്തെ നിബന്ധന സ്ത്രീകളുമായി ബന്ധപ്പെട്ടതാണ്. അഥവാ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ഹജ്ജിന് വേണ്ടി പുറപ്പെടുമ്പോൾ അവരുടെ കൂട്ടത്തിൽ മഹ്റം ഉണ്ടായിരിക്കണം. സഹോദരനോ പിതാവോ മകനോ ഇത്തരത്തിൽ വിവാഹബന്ധം നിഷിദ്ധമായ ആരെങ്കിലും കൂട്ടത്തിൽ യാത്രയിൽ ഉണ്ടായിരിക്കണമെന്ന ഒരു നിബന്ധന കൂടി സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ട് കാണാൻ സാധിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയുണ്ടായി, മഹറമില്ലാതെ ഒരു സ്ത്രീയും യാത്ര ചെയ്യരുത് എന്ന്. അപ്പൊ ആ അടിസ്ഥാനത്തിൽ മഹറമോട് കൂടി മാത്രമേ ഹജ്ജിന് വേണ്ടി പുറപ്പെടാവൂ.
ചില പണ്ഡിതന്മാർ ഒരു സംഘം സ്ത്രീകളുണ്ടെങ്കിൽ അവരെ കൂട്ടത്തിൽ പുറപ്പെടാമെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ടെങ്കിലും ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലത്തെ പണ്ഡിതന്മാർ അതിനെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഹജ്ജ് ചെയ്യാൻ വേണ്ടി പുറപ്പെടരുത്. ഇനി ഒരു സ്ത്രീ അങ്ങനെ ഒരു സംഘം സ്ത്രീകളുടെ കൂട്ടത്തിൽ ഹജ്ജ് ചെയ്താൽ അവരുടെ ഹജ്ജ് സഹിഹാകുന്നതാണ്, പക്ഷേ അവർ പാപിയായിത്തീരുന്നതാണ്. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കിനെ തിരസ്കരിച്ചു എന്ന നിലയിൽ, ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് പുറപ്പെട്ടു എന്ന നിലയിൽ, മഹറമില്ലാതെ യാത്ര ചെയ്ത് പുറപ്പെട്ടു എന്ന നിലയിൽ പാപിയായി തീരുന്നതാണ് എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ 6 നിബന്ധനകളും നാം ഗൗരവമായി ശ്രദ്ധിക്കുക. ഒരാൾക്ക് ഹജ്ജ് കർമ്മം ബാധ്യതയാകുന്നതിന്, നിർബന്ധമാകുന്നതിന് ഈ 6 നിബന്ധനകളും പൂർത്തിയായിരിക്കണം. പൂർത്തിയാക്കാത്തിടത്തോളം അയാൾക്ക് ഹജ്ജ് കർമ്മം നിർബന്ധമാകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിനെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കുവാനും ആ കർമ്മം എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കുവാനും റബ്ബ് നമുക്ക് തുണയാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.